ലോകത്തിലെ ഏറ്റവും മികച്ച എഴുത്തുകാരിൽ ഒരാളാണ് വില്യം ഷേക്സ്പിയർ. അദ്ദേഹം എഴുതിയിട്ടുള്ള നാടകങ്ങൾ ബേസ് ചെയ്തിട്ട് മലയാളത്തിൽ ഒരുപാട് സിനിമകൾ വന്നിട്ടുണ്ട്. അങ്ങനെ വന്നിട്ടുള്ള സിനിമകൾ ഏതൊക്കെയാണെന്നാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. അധികാരം കയ്യിലുള്ള ഒരു വ്യക്തിയെ കൂടെയുള്ള ഒരു സ്ത്രീയുടെ സഹായത്താൽ ചതിച്ച് കൊലപ്പെടുത്തുകയും പിന്നീട് താൻ ചെയ്ത തെറ്റ് മറ്റുള്ളവർ അറിയുകയും അവയെല്ലാം ഒരു ദുരന്തത്തിൽ അവസാനിക്കുകയും ചെയ്യുന്ന കഥയാണ് 1623 മാക്ബത്ത് എന്ന നാടകത്തിൽ പറയുന്നത്. 2021 റിലീസായ ദിലീഷ് പോത്തൻ ചിത്രം ജോജിയും ഇതേ കഥ തന്നെയാണ് പറയുന്നത്. അവിടുത്തെ പ്രജകളുടെ ഒരുവനാണേ. മാക്ബത്തിന്റെ ഒരു മികച്ച മോഡേൺ അഡാപ്റ്റേഷനാണ് ജോജി. ഒറിജിനൽ നാടകത്തോട് ഏറെ സാമ്യമുള്ള മറ്റൊരു മാക്ബത്ത് അഡാപ്റ്റേഷനാണ് 2016 ജയരാജ് സംവിധാനം ചെയ്ത വീരം. വടക്കൻ പാട്ടുകളിലെ ചന്തുവിന്റെ കഥയാണ് ചിത്രം പറയുന്നത്. എന്നാൽ ആ ചിത്രത്തിന് മാക്ബത്തുമായി ഏറെ സാമ്യമുണ്ട്. മാക്ബത്തിലെ ഒരു പ്രധാന രംഗമാണ് നായകന്റെ വരും കാലത്തെക്കുറിച്ചുള്ള പ്രവചനം. പടക്കുറുപ്പ് ജയിക്കട്ടെ. അല്ല, ഞാൻ ആരോമചേകോന്റെ പടക്കുറുപ്പല്ല. നന്നായി വരട്ടെ. വരും കാലം 18 കളരിക്കും ചേകോൻ നന്നായി വരട്ടെ. 18 കളരിക്കും ചേകോനാ? All hail Macbeth! Hail to thee, Thane of Cawdor! All hail Macbeth! That shall be king hereafter. പക്ഷെ ജോജിയിൽ ഈ ഒരു സീൻ കാണിച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്. മാക്ബത്തിലെ ഈ പ്രവചന രംഗം ഉറുമി സിനിമയിലും ഉപയോഗിച്ചിട്ടുണ്ട്. ഇവൻ തമ്പുരാനൊന്നുമില്ല, ചങ്ങായി. കാൽ വയ്ക്കും നാട്ടില് കൊടികുത്തി വാഴും, നേർവഴി ചിറക്കൽ പോണം, അവിടത്തെ പടനായകരാകും. പുരുഷ വേഷത്തിലുള്ള ഒരു സ്ത്രീ രാജകൊട്ടാരത്തിലെ ഒരു പ്രധാന പദവിയിൽ എത്തിപ്പെടുകയും അങ്ങനെ ആ സ്ത്രീ പാസ്റ്റിൽ നേരിടേണ്ടി വന്ന ചില പ്രശ്നങ്ങൾക്ക് പ്രതികാരം ചെയ്യുകയും ഇതിനിടയിൽ കൊട്ടാരത്തിലുള്ള മറ്റൊരു സ്ത്രീക്ക് ഈ കഥാപാത്രത്തിനോട് പ്രണയം തോന്നുകയും ചെയ്യുന്നു. ഈ കഥയാണ് ഷേക്സ്പിയറിന്റെ 1601 ട്വൽത്ത് നൈറ്റ് എന്ന നാടകത്തിൽ പറയുന്നത്. എന്നെ നിനക്ക് വീഴ്ത്താം, ചവിട്ടിക്കൊല്ലാം. ഞാനൊരു പാവാണ്. ഈ കഥയുമായി സാമ്യമുള്ള ഒരു മലയാള ചിത്രമാണ് 1998 റിലീസായ ദയ എന്ന ചിത്രം. മഞ്ജു വാര്യർ പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ച് MT വാസുദേവൻ നായർ എഴുതി വേണു സംവിധാനം ചെയ്ത സിനിമയാണിത്. പക്ഷെ ഈ സിനിമയുടെ കഥ MT എഴുതിയിരിക്കുന്നത് 1001 രാവുകളിലെ ജംറൂദ് എന്ന കഥയെ ആസ്പദമാക്കിയിട്ടാണ്. 1993 ഇറങ്ങിയ ബാലചന്ദ്രമേനോൻ സിനിമയായ അമ്മയാണ് സത്യം എന്ന ചിത്രത്തിലും 2006 മോഹൻലാൽ ചിത്രമായ രസതന്ത്രത്തിലും ഈ കഥയുടെ ഒരു പ്രധാന ഭാഗമായിട്ടുള്ള ആൾമാറാട്ടം യൂസ് ചെയ്തിട്ടുണ്ട്. ഒരു കുടുംബത്തിലെ നല്ല മനസ്സുള്ള ഒരാളെ ആ വീട്ടിലെ ഗൃഹനാഥൻ തന്നെ വീട്ടിൽ നിന്ന് പുറത്താക്കുന്നു. പിന്നീട് കുടുംബത്തിലെ മറ്റുള്ളവർ ചേർന്ന് കുടുംബനാഥന്റെ അധികാരം പിടിച്ചെടുക്കുകയും ചെയ്യുന്നു. അധികാരം പിടിച്ചെടുത്തവർ പിന്നെ കുടുംബത്തിന്റെ ശത്രുക്കളുമായി ഒത്തുപോകുകയും ചെയ്യുന്നു. ഈ ഒരു സമയത്ത് വീട്ടിൽ നിന്നും പുറത്താക്കപ്പെട്ട ആ ഒരാൾ തിരിച്ചെത്തുകയും തന്റെ പ്രതികാരം ചെയ്യുകയും ചെയ്യുന്നു. 1606 വില്യം ഷേക്സ്പിയർ എഴുതിയ കിങ് ലിയർ എന്ന നാടകത്തിന്റെ കഥയാണിത്. ഈ ഒരു നാടകത്തിന്റെ ഏറ്റവും മികച്ച ഒരു അഡാപ്റ്റേഷനാണ് 2014 അമൽ നീരദ് സംവിധാനം ചെയ്ത ഇയോബിന്റെ പുസ്തകം. നീ കമ്മ്യൂണിസ്റ്റ് ആണോ? നീ ഇവിടെ ഇല്ലായിരുന്നപ്പോ ഒരു പ്രശ്നം ഇവിടെ ഉണ്ടായിരുന്നില്ല. ഇറങ്ങണ പുറത്ത്, ഇറങ്ങാൻ. There is no unity among us. Soon we shall be at each other's throats. If that is so, you're no longer my youngest son. I cut the bond between us. You are now a stranger to me. Master, I never want to see your face again. Go now, get out of my sight! കിങ് ലിയറിന്റെ മറ്റൊരു ഫേമസ് ആയിട്ടുള്ള അഡാപ്റ്റേഷനാണ് 1985 അക്കീറ കൊറോസവ സംവിധാനം ചെയ്ത റാൻ. ഷേക്സ്പിയറിന്റെ മറ്റൊരു റൊമാൻറ്റിക് ട്രാജഡി കഥയാണ് ആന്റണി ആൻഡ് ക്ലിയോപാട്ര. ആ നാടകവും മലയാളത്തിലേക്ക് അഡാപ്റ്റ് ചെയ്തിട്ടുണ്ട്. 2001 റിലീസായിട്ടുള്ള കണ്ണകി എന്ന ചിത്രം. നന്ദിത ദാസാണ് ഈ ചിത്രത്തിൽ ക്ലിയോപാട്രയായി അഭിനയിച്ചിരിക്കുന്നത്. മാർക്ക് ആന്റണിയായി ലാൽ അവതരിപ്പിക്കുന്ന മാണിക്യം എന്ന കഥാപാത്രവും ഒക്ടോവിയ സീസറായി സിദ്ദീഖ് അവതരിപ്പിക്കുന്ന ചോവൻ എന്ന കഥാപാത്രവും ഒക്ടോവിയ എന്ന ക്യാരക്ടറായി ഗീതു മോഹൻദാസ് അവതരിപ്പിക്കുന്ന കുമുദത്തെയുമാണ് കാണിക്കുന്നത്. എന്റെ ഒരേ ഒരു പെങ്ങൾ കുമുദത്തെ എന്റെ ഉയിരും ജാക്കിയും എല്ലാമായ മാണിക്കനെ കൊണ്ട് കല്യാണം കഴിപ്പിക്കാൻ തീരുമാനിച്ചു. രാജ്യങ്ങൾ പിടിച്ചെടുക്കാനുള്ള യുദ്ധങ്ങൾക്ക് പകരം ഇതിൽ കാണിക്കുന്നത് കോഴിപ്പോരാണ്. സ്വന്തം അച്ഛന്റെ മരണകാരണം കണ്ടെത്താനും അതുമായി ബന്ധപ്പെട്ടുള്ള പ്രതികാരം ചെയ്യാനും നടക്കുന്ന മകന്റെ കഥയാണ്
1603 ഇറങ്ങിയിട്ടുള്ള ഹാംലെറ്റ് എന്ന നാടകത്തിൽ പറയുന്നത്. 2012 ഇന്ദ്രജിത്ത് സുകുമാരൻ അഭിനയിച്ച് പുറത്തിറങ്ങിയിട്ടുള്ള കർമ്മയോഗി എന്ന ചിത്രമാണ് ഈ നാടകത്തിന്റെ മലയാളം അഡാപ്റ്റേഷൻ. കാലങ്കോഴിയുടെ കരച്ചിൽ, എന്നിട്ട് കേളിപാത്ര വേഷത്തിൽ രുദ്രൻ വലിയ കുരുക്കൾ. From hell, be thy intense, wicked, or charitable, thou comest in such a questionable shape that I will speak to thee. നീ കണ്ട സ്വപ്നം എന്താ? അച്ഛൻ്റെ രൂപം പറഞ്ഞു. അച്ഛൻ്റെ മരണത്തെപ്പറ്റി നമുക്കൊന്നിച്ച് നിൽക്കണം. For the day confined to fast in fires till the foul crimes done in my days. വ്യത്യസ്ത തലത്തിലുള്ള രണ്ടുപേർ തമ്മിലുള്ള പ്രണയവും പിന്നെ അവരുടെ കല്യാണവും പിന്നീട് അവരുടെ ഇടയിൽ വരുന്ന സംശയവും ഒക്കെ പറയുന്ന ഒരു കഥയാണ് വില്യം ഷേക്സ്പിയറിന്റെ ഒതല്ലോ എന്ന നാടകം. മലയാള സിനിമയിലെ ഏറ്റവും മികച്ച സിനിമകളിലൊന്നാണ് ഒതല്ലോ എന്ന നാടകത്തിന്റെ അഡാപ്റ്റേഷനായ കളിയാട്ടം. എന്റെ മോളെ വായിക്കാൻ പ്രയോഗിച്ചേ ആരും അനങ്ങരുത്. എന്റെ ഭാഗത്തുള്ളവരായാലും For the dew will rust them. thou foul thief. ജയരാജ് സംവിധാനം ചെയ്ത ഈ ചിത്രത്തിൽ സുരേഷ് ഗോപി, ലാൽ, മഞ്ജു വാര്യർ എന്നിവരാണ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്. രണ്ട് വ്യത്യസ്തമായ കുടുംബങ്ങളിലുള്ളവർ തമ്മിലുള്ള പ്രണയവും പിന്നീട് അവർക്ക് ഒരുപാട് പ്രശ്നങ്ങൾ നേരിടുകയും ചെയ്യുന്നു. അവസാനം രണ്ടുപേരും മരണപ്പെടുകയും ചെയ്യുന്നു. ഈ കഥ പറയുന്ന വില്യം ഷേക്സ്പിയർ നാടകമാണ് 1597 റോമിയോ ആൻഡ് ജൂലിയറ്റ്. ഈ നാടകത്തിന്റെ മലയാളം അഡാപ്റ്റേഷനാണ് 2013 റിലീസായ അന്നയും റസൂലും എന്ന ചിത്രം. ഈ സിനിമയിൽ ഫഹദ് ഫാസിൽ, ആൻഡ്രിയ എന്നിവരാണ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്. ആ ചിത്രത്തിൽ രണ്ട് വ്യത്യസ്തമായ മതത്തിൽപ്പെട്ടവരുടെ പ്രണയമാണ് കാണിക്കുന്നത്. 2018 ബി അജിത് കുമാറിന്റെ സംവിധാനത്തിൽ ഷൈൻ നിഗം, നിമിഷ സജയൻ എന്നിവർ അഭിനയിച്ച ചിത്രമാണ് ഈട. ആ സിനിമയും റോമിയോ ആൻഡ് ജൂലിയറ്റ് എന്ന നാടകത്തിന്റെ അഡാപ്റ്റേഷനാണ്. ഈ ചിത്രത്തിൽ വ്യത്യസ്തമായ രാഷ്ട്രീയ പാർട്ടികളിൽ വിശ്വസിക്കുന്നവരുടെ പ്രണയമാണ് കാണിക്കുന്നത്. ബാലകൃഷ്ണൻ, ഉണ്ണികൃഷ്ണൻ എന്നീ സഹോദരങ്ങളും കാണാൻ അവരെ പോലെ തന്നെയുള്ള ജഗദീന്ദ്രൻ, ജഗദീഷ് ചന്ദ്രൻ എന്നിവരും ഒരേ സമയത്ത് ഒരു ടൗണിലെത്തുകയും വിലപിടിപ്പുള്ള ഒരു വസ്തു കൈമാറ്റം ചെയ്യുകയും ചെയ്യുന്നു. കാണാൻ ഒരുപോലെ ഉള്ളത് കൊണ്ട് തന്നെ അവർ തമ്മിലുള്ള കൺഫ്യൂഷൻസ് ആണ് ജഗദീഷ് ശ്രീകുമാറും ജഗദീഷും അഭിനയിച്ച 2002 റിലീസായ ജഗദീഷ് ഇൻ ടൗൺ എന്ന സിനിമ. ഈ സിനിമയിലുള്ള 4 കഥാപാത്രങ്ങളും ചെറുപ്പകാലത്ത് വേർപിരിഞ്ഞവരാണെന്നും സിനിമയുടെ അവസാനം മനസ്സിലാവുന്നുണ്ട്. 1594 വില്യം ഷേക്സ്പിയറിന്റെ നാടകമായ ദ കോമഡി ഓഫ് എറർ എന്ന നാടകത്തിന്റെ കഥയും ഇതുപോലെ തന്നെയാണ്. ആ നാടകത്തിന്റെ ഒരു അഡാപ്റ്റേഷൻ തന്നെയാണ് ജഗദീഷ് ഇൻ ടൗൺ. ബഡേ മിയ ചോട്ടെ മിയ 2022 റോയ് ഷെട്ടി സിനിമയായ സർക്കസ്. ഇതുപോലുള്ള 12ഓളം സിനിമകളാണ് കോമഡി ഓഫ് എറർ എന്ന നാടകത്തിന്റെ അഡാപ്റ്റേഷനായി ഇന്ത്യയിൽ വന്നിട്ടുള്ളത്. ഈ വീഡിയോയെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ചെയ്യുക. ഇതുപോലെ വില്യം ഷേക്സ്പിയർ അഡാപ്റ്റേഷനുകൾ നിങ്ങൾക്കറിയാമെങ്കിൽ താഴെ കമന്റ് ചെയ്യുക.